നമ്മുടെ ബഹുമാന്യ സ്ഥാനാർത്ഥി മത്തൈസൻ, നല്ലവരായ നാട്ടുകാർ, നിങ്ങൾക്കറിയാം, ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 21,472 വാർഡുകളിലായിട്ടാണ് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 21,472 ഗ്രാമ വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദ പീപ്പിൾ കേരളത്തിലെ ഏക വാർഡിൽ മാത്രമാണ് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി നിർത്തിയിരിക്കുന്നത്. അതാണ് കുട്ടനാട് താലൂക്കിലെ ചമ്പക്കുളം പഞ്ചായത്തിലെ 3-ാം വാർഡിൽ നമ്മൾ മത്സര രംഗത്തേക്ക് കൊണ്ടുവന്ന സ്ഥാനാർത്ഥി. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തെക്കുറിച്ചുള്ള സമഗ്രമായ പഠനങ്ങൾ നടത്തിയപ്പോൾ യാദൃശ്ചികമായിട്ടാണ് കുട്ടനാട് എത്തിപ്പെട്ടതെങ്കിലും കുട്ടനാടിനെ കുറിച്ച് ഒട്ടനവധി പഠനങ്ങൾ ഞങ്ങൾ നടത്തി. നിങ്ങൾക്കറിയാം, ഇന്നലെയും നമ്മുടെ 3-ാം വാർഡിലെ മുഴുവൻ വീടുകളിലും ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ കയറിയിറങ്ങുകയും ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്താണെന്ന് വളരെ വ്യക്തമായും പഠനങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ കർമ്മരംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. അപ്പോൾ കുട്ടനാടിനെ കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായി നടത്തിയ പഠനത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്, ഇവിടെ ഒട്ടനവധി പദ്ധതികളും ഒട്ടനവധി വാഗ്ദാനങ്ങളും ഇവിടെ വന്നെങ്കിൽ പോലും അതൊന്നും തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇന്ന് വരെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ദുഃഖകരമായ വസ്തുതയാണ്. നിങ്ങൾക്കറിയാം, 2008 കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ കുട്ടനാട് പാക്കേജ് ആരംഭിച്ചത്. ആ കുട്ടനാട് പാക്കേജിൽ കുട്ടനാട് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്ന മുഖ്യമായ ഒരു ലക്ഷ്യത്തോടുകൂടി 70 കോടി രൂപയാണ് അന്ന് കുട്ടനാടിന് വേണ്ടി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഗവൺമെന്റ് മാറ്റിവെച്ചത്. 2008 കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് 2020 നമ്മൾ എത്തിയിരിക്കുമ്പോൾ ആ 70 കോടി രൂപ 910 കോടി രൂപയായി വർദ്ധിപ്പിച്ച് ഗവൺമെന്റ് കൊടുത്തെങ്കിൽ പോലും ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിൽ ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ പോലും കുട്ടനാടിലെ ഒരു കുട്ടിക്ക് പോലും കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ദുഃഖകരമായ വസ്തുതയാണ്. നമ്മളെല്ലാവരും ഇന്ന് 4 വശത്തും വെള്ളത്താൽ ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനിടയിലുള്ള ജനങ്ങൾക്ക് കുടിക്കുവാൻ കുടിവെള്ളമില്ല എന്ന് പറയുമ്പോൾ കേരളം എത്രത്തോളം ലജ്ജാകരമായ അവസ്ഥയിലാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളെ സംബന്ധിച്ച് അവരെല്ലാം വിവിധ പദ്ധതികളെ ജനങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിക്കപ്പെടുകയാണ്. പക്ഷേ ഈ പദ്ധതികൾ ജനങ്ങൾക്ക് ലഭ്യമായോ എന്നതിനെ കുറിച്ച് ഒരു പഠനങ്ങളും പിന്നീട് നടക്കുന്നില്ല എന്നതാണ് വസ്തുത. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി വാഗ്ദാനങ്ങൾ വളർന്ന അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മുന്നിലേക്കാണ് വീണ്ടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പം തന്നെ ഒരു ജനകീയ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി ദ പീപ്പിൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. കാരണം ഈ കാര്യങ്ങളെല്ലാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഗവൺമെന്റിനെ കൊണ്ട് മാത്രം ചെയ്തു തീർക്കാൻ വേണ്ടി കഴിയില്ല. അതിന് ചില സാങ്കേതികപരമായ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങളുള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ കേരളത്തിലെ 21,000 വാർഡുകൾ നടത്തിയ പഠനത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു വാർഡായിട്ടാണ് നമ്മൾ ഇതിനെ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള കുടിവെള്ളം ലഭ്യമാവാത്ത വാർഡുകൾ. അതേപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ കടന്നുപോയപ്പോൾ ഒട്ടനവധി വീടുകൾ ഞങ്ങൾ കണ്ടു. ആ വീടുകളുടെ കയറിയപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഹൃദയം പൊട്ടുന്ന വേദനകളാണ് ആ വീടുകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. നമ്മൾ കേരളത്തെക്കുറിച്ച് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിൽ ഇങ്ങനെയുള്ള കുടിലുകൾ താമസിക്കുന്ന ജനങ്ങളെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കേരളത്തിന്റെ 14 ജില്ലകളിലൂടെയും ഞങ്ങൾ ഒട്ടനവധി യാത്രകൾ നടത്തിയിട്ടുണ്ട്, ഒട്ടനവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെയൊന്നും ഇതുപോലത്തെ കുടുംബങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ എത്ര ദയനീയമായ അവസ്ഥയിലാണ് നമ്മുടെ ജനങ്ങൾ ജീവിക്കുന്നത് എന്ന ഹൃദയഭേദമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഇന്നലെ പീപ്പിളിന്റെ 14 ജില്ലകളിലുമുള്ള ഭാരവാഹികൾ ഇവിടെ മുഴുവൻ വീടുകളും കയറിയിറങ്ങിയത് ഈ യാഥാർത്ഥ്യം എന്താണ് എന്ന് നേരിട്ട് കണ്ട് പഠിച്ച് മനസ്സിലാക്കി അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നലെ ഈ വാർഡിലെ 300 ചില്ലാനം വീടുകളിലും കൃത്യമായി കയറി ഞങ്ങൾ ഓരോരുത്തരുടെയും വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങളെന്നും നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെന്നും അതിന് ഏത് വിധത്തിലുള്ള പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു വ്യക്തമായ പഠനങ്ങളാണ് ഞങ്ങൾ ഇന്നലെ നടത്തിയത്. അപ്പൊ ഈ പഠനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായത് കുട്ടനാടിലെ ഈ വാർഡിൽ നമ്മൾ നിർത്തുന്ന സ്ഥാനാർത്ഥിയിലൂടെ നമുക്ക് ഈ 3-ാം വാർഡിൽ തുടങ്ങുന്ന ഒരു വിപ്ലവം, അതായത് കുടിവെള്ളം ഏറ്റവും ആദ്യം നമുക്ക് ലഭ്യമാക്കാവുന്ന രീതിയിലുള്ള വിവിധ പദ്ധതികൾ ഞാൻ നേരത്തെ പറഞ്ഞു.
2008 ആരംഭിച്ച പദ്ധതി ഇന്ന് 12 വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോഴും കോടിക്കണക്കിന് രൂപ ഈ കുടിവെള്ള പൈപ്പിലൂടെ ഒഴുകിപ്പോയതല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികളല്ല നമുക്ക് ആവശ്യം. ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്ന പദ്ധതികളാണ് നമുക്ക് ആവശ്യം. അതിന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ മാത്രമല്ല, നിയമപരമായ സഹായങ്ങൾ. കാരണം ഇപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ ഗവൺമെന്റുകൾ പരാജയപ്പെടുമ്പോൾ അവിടെ നമ്മുടെ സഹായത്തിനെത്തുന്ന നീതിന്യായ സംവിധാനങ്ങളുണ്ട്. നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടുത്തെ കുട്ടനാടിലെ ജനങ്ങൾക്ക് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ അവർക്ക് കുടിവെള്ളം കൊടുക്കണമെന്ന് കേരളത്തിന്റെ ബഹുമാന്യമായ ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് ഉത്തരവ് മേടിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമേയുള്ളൂ. ആ രീതിയിലുള്ള നിയമപരമായ പോരാട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ട് കുട്ടനാടൻ ജനതയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുകയാണ് പീപ്പിൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അധികാരികളുടെ മുന്നിൽ പോയി തലകുനിച്ച് നിന്നുകൊണ്ട് നമ്മൾ നികുതി കൊടുക്കുന്നവർ അവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടവരല്ല. നമ്മളെ സംബന്ധിച്ച് ഒരു ജനകീയ ജനാധിപത്യ രാജ്യങ്ങളിൽ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ലഭ്യമാവേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും അവരുടെ വീട്ടിലേക്ക് എത്തിക്കുക എന്നതാണ്. അതിന് നമുക്ക് ഗവൺമെന്റുകൾ പരാജയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് നീതിന്യായ സംവിധാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നമ്മുടെ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കി നമുക്ക് എടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പീപ്പിളിന്റെ ഭാഗത്തു നിന്ന് 100% ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകാനുള്ളത്. അതേപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ ഓരോ സാധാരണക്കാരനും ഓരോ ദിവസവും ഗവൺമെന്റ് കൊടുക്കുന്ന നികുതിയുടെ കണക്കുകൾ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. നമ്മൾ സാധാരണ ആൾക്കാരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എത്ര നികുതി ഗവൺമെന്റിന് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ സാധാരണക്കാരൻ കൈമലർത്തും, എനിക്കറിയില്ല. ഞാൻ കൊടുക്കുന്നത് ഒന്ന് വീടിന്റെ കരം കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ എന്റെ ഭൂമിയുടെ കരം കൊടുക്കാറുണ്ട്. ഈ 2 കരങ്ങളെ കുറിച്ച് മാത്രമേ നമ്മുടെ സാധാരണക്കാരൻ അറിയുള്ളൂ. പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഒരു ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിയുമ്പോൾ 5 രൂപ 50 പൈസ നിങ്ങൾ ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കുന്നുണ്ട്. ഒരു കടയിൽ കയറി നിങ്ങൾ ഒരു ചായ കുടിക്കുമ്പോൾ 66 പൈസ നിങ്ങൾ സർക്കാരിലേക്ക് നികുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കടയിൽ നിന്ന് അരി മേടിക്കുമ്പോൾ, പഞ്ചസാര മേടിക്കുമ്പോൾ, ഉപ്പ് മേടിക്കുമ്പോൾ നിങ്ങൾ ഗവൺമെന്റിലേക്ക് നികുതി കൊടുക്കുന്നുണ്ട്. ആശുപത്രികളിൽ നിന്ന് മരുന്ന് മേടിക്കുമ്പോൾ, ഡോക്ടറെ കാണിക്കുമ്പോൾ, നിങ്ങൾ മെഡിക്കൽ ലാബിൽ പോയി ടെസ്റ്റുകൾ നടത്തുമ്പോൾ എല്ലാം നിങ്ങൾ സർക്കാരിലേക്ക് ഓരോ ദിവസവും നികുതി കൊടുക്കുന്ന സാധാരണ ജനമാണ് നിങ്ങൾ. അപ്പോൾ നികുതി കൊടുക്കുന്ന ജനങ്ങൾക്ക് പരമാവധി സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് ഒരു ഭരണകൂടത്തിന്റെ ലക്ഷ്യം. പക്ഷേ ആ ഭരണകൂടങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് പീപ്പിൾ പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ പ്രസക്തി വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇവിടുത്തെ ഭരണ സംവിധാനത്തെ, ഇവിടുത്തെ ഉദ്യോഗസ്ഥ വിഭാഗങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്ന ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥന് മുന്നിൽ പോയി തലകുനിച്ച് നിൽക്കേണ്ടവരല്ല. അതുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമത്തിലുള്ള സേവാഗ്രാം നമ്മുടെ വാർഡിൽ ആരംഭിക്കാനുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് ഈ വാർഡിന്റെ മെമ്പറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിൽ നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. കേരള സർക്കാരിന്റെ ഒരു ഓഫീസിലും ഒരു ഉദ്യോഗസ്ഥനെയും മുന്നിൽ നിങ്ങൾ പോയി തലകുനിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നിയമപ്രകാരം നിങ്ങളുടെ വാർഡിലുള്ള സേവാഗ്രാം ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് പൂർത്തീകരിക്കാവുന്ന നിയമ സംവിധാനമുള്ള ഒരു നാടാണിത്. പക്ഷേ എനിക്കറിയാം, നിങ്ങൾ എത്ര പേർ ഒന്ന് നികുതി അടക്കണമെങ്കിൽ, ഒരു വരുമാന സർട്ടിഫിക്കറ്റ് മേടിക്കണമെങ്കിൽ, ഒരു ലോൺ എടുക്കണമെങ്കിൽ എത്ര ദിവസമാണ് നിങ്ങൾ മെനക്കെട്ടുകൊണ്ട് വിവിധ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുന്നത്? ഏതെല്ലാം ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നിങ്ങൾ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നു? ഏതെല്ലാം ഉദ്യോഗസ്ഥരുടെ മോശമായ വാക്കുകൾ കേൾക്കേണ്ടി വരുന്നു? നിങ്ങൾ ചിന്തിക്കേണ്ടത്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഈ കേരളത്തിന് അന്നം കൊടുക്കുന്ന കർഷക വിഭാഗത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ. ഈ രാജ്യത്തിന് വേണ്ടി നമ്മുടെ മഹാത്മാവ് പറഞ്ഞിരിക്കുന്ന രാജ്യത്തിന്റെ നട്ടലായ കാർഷിക മേഖല, ആ മേഖലയിലെ ജനങ്ങൾ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ, രാഷ്ട്രീയക്കാരുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരുന്ന എന്ന് പറഞ്ഞാൽ അതുതന്നെ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു നാണക്കേടാണ്. ആ നാണക്കേട് നമുക്ക് അവസാനിപ്പിച്ചേ മതിയാവൂ. അതിനുവേണ്ടി നമ്മളെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിക്കും.